ഹലോ. അപ്പോൾ കുറച്ച് നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് SSC CGL മെയിൻസ് അഥവാ ടയർ 2 ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. സോ പാർട്ട് 7 വരെ നമ്മൾ ചെയ്തല്ലേ. സോ പാർട്ട് 8 വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പോൾ ഡിസംബർ ആയി. ആക്ച്വലി ഐ തിങ്ക് ഒരു 1.5 വീക്കിൽ ടയർ 1ൻ്റെ റിസൾട്ട് വരും. സോ ഏകദേശം പരീക്ഷ ടയർ 2 എഴുതാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തിങ്ക് ചെയ്യുന്നവർ ഇപ്പം തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷനിൽ ഒരു ചെറിയ ഒരു സ്പീഡ് കുറവോ എന്തോ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് മേക്കപ്പ് ചെയ്തോളുക. ബിക്കോസ് നമ്മളിപ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്കിലായി. റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ പ്രോബബ്ലി എൻഡിങ്ങിലോടോ അല്ലെങ്കിൽ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലോടോ ഒക്കെ ആകുമ്പോഴത്തേക്ക് എക്സാംസ് വരാനായിട്ട് സാധ്യതയുണ്ട് അനൗൺസ് ചെയ്യാൻ. അപ്പോൾ പിന്നെ ഒരുപാട് പാനിക്കായിട്ട് അങ്ങനെ ചെയ്യേണ്ട. സോ ഇന്ന് തന്നെ നന്നായിട്ട് മൈൻഡ് സെറ്റാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിക്കോളുക. ഒരു പ്രോക്കാസ്റ്റിനേഷനൊന്നും കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്കും ടൈം വേസ്റ്റ് ചെയ്യാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ വായിച്ചോളൂ. എന്താ ക്വസ്റ്റ്യൻ? എന്താ? ബി പർച്ചേസ്ഡ് 15 കിലോഗ്രാം ആപ്പിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് ഇത് മറ്റേ ഡിസോണസ്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ഡിസോണസ്റ്റ് സെല്ലിംഗ് അറിയാമല്ലോ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1 കിലോ കൊടുക്കേണ്ട സ്ഥലത്ത് ഒരു 250 ഗ്രാം കുറച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര പൈസയ്ക്ക് കൊടുക്കേണ്ടത് ഇത്ര പൈസയ്ക്ക് കൊടുത്തു. ബേസിക്കലി ഡിസോണസ്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ഡിസോണസ്റ്റ് സെല്ലർ എന്താ, ചതിയനായ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നമുക്ക് വരുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രോഫിറ്റും ലോസിൻ്റെയാണ് അല്ലേ. പ്രോഫിറ്റും ലോസിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ചോദ്യത്തിലെ ഭാഷ എന്താണ് എന്ന് നോക്കി മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ സിമ്പിളായിക്കുക. മാക്സിമം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. എല്ലാ കാര്യത്തിനെയും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ഓഫ് ദ ടൈം കൺസ്ട്രെയിൻറ്റ് അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ലാഭം നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഞാനൊരു സാധനത്തിനെ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചു, അതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കും. എന്നിട്ടെന്താ, കുറച്ച് പൈസയ്ക്ക് വിൽക്കുന്നു, അതിനെ സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ ഈ കൊടുത്ത പൈസ ഇതിനേക്കാൾ കൂടുതലാവുമ്പോഴാണ് ലാഭം. കൊടുത്ത പൈസ ഇതിനേക്കാൾ കൂടുതലാവും. അപ്പോൾ വാങ്ങിച്ച പൈസ കുറച്ചും കൊടുത്ത പൈസ കൂടുതലാവുമ്പോൾ എന്താണ്? ലാഭം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ലാഭം വരുന്ന ഫിഗർ ഇവിടെ എഴുതുക, നഷ്ടം വരുന്ന ഫിഗർ ഇവിടെ എഴുതുക. മീൻസ് വലിയ ഫിഗർ എഴുതുക, ചെറിയ ഫിഗർ ഇവിടെ എഴുതുക. നഷ്ടം വരുന്നതല്ല, വലിയ ഫിഗർ ഇവിടെ എഴുതുക, റൈറ്റ് സൈഡിൽ എഴുതുക, ചെറിയ ഫിഗർ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അതായത് എന്താ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ലാഭമാണ് ഉണ്ടാവുന്നത്. നേരെ തിരിച്ചോ, ഞാൻ വലിയൊരു തുകയ്ക്ക് വാങ്ങിയിട്ട് ചെറിയൊരു തുകയ്ക്ക് കൊടുത്താൽ എന്താ? നഷ്ടം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം വരുമ്പോൾ എന്താ, ലെഫ്റ്റ് സൈഡിൽ ചെറിയതും റൈറ്റ് സൈഡിൽ വലുതും. ലോസ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വലുതും കോസ്റ്റ് പ്രൈസ് വലുതും, റൈറ്റ് സൈഡിൽ ചെറുതും. ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും മൈൻഡിൽ നന്നായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഈ ചോദ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താ? അപ്പോൾ ഇത് ഓർമ്മയുണ്ടല്ലോ, ഇതിവിടെ ഇരിക്കട്ടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ചോദ്യം ഇതാണ്: ബി പർച്ചേസ്ഡ് 15 കിലോഗ്രാം ആപ്പിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹180 per kilogram ഫ്രം എ ഹോൾസെയിലർ ഹു യൂസസ് എ വെയിറ്റ് ഓഫ് 950 grams ഫോർ ദ kg വെയിറ്റ്. അതായത് ഒരു കടയുണ്ട്, ആ കടയിൽ ആൾ 1 കിലോ തൂക്കം വെക്കേണ്ടതിന് പകരം എന്താ വയ്ക്കുന്നത്? 950 grams ആണ് വെക്കുന്നത്. അതായത് 50 ഗ്രാം അവൻ നമ്മളെ പറ്റിക്കുന്നുണ്ട്. അവൻ നമ്മൾ 50 ഗ്രാം കുറച്ചാണ് അവൻ നമുക്ക് തരുന്നത്. എന്നിട്ടെന്താ, ബി എന്ന് പറഞ്ഞ ആൾ ഈ കടക്കാരൻ, അതായത് ഈ ചതിയനായ കടക്കാരൻ്റെ അടുത്ത് നിന്ന് 180 രൂപയ്ക്ക് 1 കിലോയ്ക്ക് 180 എന്നുള്ള റേറ്റിൽ 15 കിലോഗ്രാം ആപ്പിൾ വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ബി സോൾഡ് ഓൾ ദീസ് ആപ്പിൾസ് അറ്റ് ₹180 per kilogram ബട്ട് യൂസ്ഡ് എ വെയിറ്റ് ഓഫ് 750 grams ഫോർ ദ കിലോഗ്രാം. ബി എന്ത് ചെയ്തു? ബി അതിനേക്കാൾ വലിയ ചതിയന. ബി ശരി 180 രൂപയ്ക്ക് വാങ്ങിയ സാധനം അതേ റേറ്റിന് വിറ്റു. പക്ഷേ എന്ത് ചെയ്തു? 1 കിലോ കൊടുക്കേണ്ടതിന് പകരം 750 ഗ്രാമേ കൊടുത്തുള്ളൂ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ബി ഇൻ ദ ട്രാൻസാക്ഷൻ. അതായത് അവസാനം ബിക്ക് ഒരു ലാഭം കിട്ടുന്നുണ്ട്, ആ ലാഭത്തിൻ്റെ ശതമാനം എത്രയാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ശതമാനം എന്ന് പറഞ്ഞാൽ ബിക്ക് ചിലവായ പൈസയുടെ എത്ര ശതമാനമാണ് ബിക്ക് കിട്ടിയ ലാഭം എന്നുള്ളത്. മനസ്സിലായല്ലോ? ബിയുടെ ലാഭ ശതമാനമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ നമ്മുടെ കഥാനായകൻ, നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ബിക്ക് എന്താ സംഭവിക്കുന്നത്? ബി ആദ്യം പോയിട്ട് ചതിയനായ ഒരു കടക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നു. ചതിയനായൻ്റെ കടക്കാരൻ്റെ അടുത്ത് വാങ്ങുമ്പോൾ ബിക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കും. നഷ്ടം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ലെഫ്റ്റ് സൈഡിൽ വലിയ ഫിഗർ എഴുതണം, റൈറ്റ് സൈഡിൽ ചെറിയ ഫിഗർ എഴുതണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ നഷ്ടം സംഭവിച്ച ആദ്യം എഴുതാം. അപ്പോൾ ബി കടക്കാരൻ്റെ അടുത്ത് പോയി. കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് എന്താ ചെയ്തത്? 150 150 15 നിൽക്കട്ടെ, അതിന് ഒരു ഇങ്ങനെ പറയാം, 950 1000 ഗ്രാം വരേണ്ട അടുത്ത്, അതായത് 1 കിലോ വരേണ്ട അടുത്ത് 950 വന്നുള്ളൂ. അപ്പോൾ ഏതാ വലുത്? ഏതാ? 1000. അപ്പോൾ അത് വലുത് ഇപ്പുറത്ത് എഴുതുക, ചെറുതെന്താ എന്താ വന്നുള്ളൂ? 950 ഗ്രാംസേ വന്നുള്ളൂ. എന്നിട്ട് ഈ ബി എന്ത് ചെയ്തു? അത് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇനി നേരെ സ്വന്തം വീട്ടിൽ വന്നിട്ട് ഇത് വിറ്റു. വിറ്റപ്പോൾ എന്ത് ചെയ്തു? വിറ്റപ്പോൾ ബിക്ക് ലാഭം വരുമ്പോൾ എന്താ? ഇങ്ങനെ ലാഭം വരുമ്പോൾ ചെറിയ ഫിഗർ ഇവിടെയും വലിയ ഫിഗർ വലത് സൈഡിലും എഴുതണം. എങ്ങനെയാണ് വിറ്റത്? ചെറിയ ഫിഗർ എന്താ? 750 ഗ്രാമേ കൊടുത്തുള്ളൂ. എന്ത് കൊടുക്കേണ്ട സ്ഥലത്ത്? വലുതേതാ? 1000 കൊടുക്കേണ്ട സ്ഥലത്ത്. കണ്ടോ? അപ്പോൾ ഈ ലാഭത്തിലുണ്ടായ ശതമാനം ചോദിക്കുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഈ 1000 ക്രോസ് ആയിട്ട് വെട്ടണം. ഈ 1000 വെട്ടിപ്പോയി, ഇതും പോയി. അതും പോകുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 5 വെച്ച് 75ഉം 95 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് ബിയുടെ എന്താ പ്രോഫിറ്റാണ് ഞാൻ പറയുന്നത്. 75 95 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 75 രൂപ ചിലവായി ബിക്ക് 95 രൂപ കിട്ടി. അങ്ങനെ 5 കൊണ്ട് വെട്ടാമല്ലോ. 5 കൊണ്ട് വെട്ടുമ്പോൾ എന്ത് വരും? 15ഉം എന്താ 19 വരും. 5 കൊണ്ട് വെട്ടുമ്പോൾ 15ഉം 19 വരും. സോ ബിയുടെ കേസിൽ എന്താ? ബിയുടെ ലാഭം എന്ന് പറഞ്ഞാൽ 15 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ട് 19 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എത്ര രൂപയാണ് ലാഭം? 4 രൂപ. 4 രൂപയാണ് ലാഭം. അത് ഇതിൻ്റെ എത്ര ശതമാനമാണ്? 15ൻ്റെ എത്ര ശതമാനമാണ്? എങ്ങനെയാണ് പിടിക്കുന്നത്? 4/15 × 100 എന്ന് പറയുമ്പോൾ എന്താ? 400/15. 400നെ 15 കൊണ്ട് ഹരിക്കണം. എങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ? നമ്മൾ 60ൽ എത്ര 15 ഉണ്ട്? 64 15 ഉണ്ട്. 64 15 ഉണ്ട്. 120ൽ അപ്പോൾ 8 15 ഉണ്ട്. 3 120 വരുമ്പോൾ എന്തായി? 360 അപ്പോൾ 360ൽ 8 × 3 24 15 ഉണ്ട്. 360ൽ 24 15 ഉണ്ട്. അപ്പോൾ 400ൽ എത്ര 15 ഉണ്ട്? പിന്നെ ബാക്കി എത്രയും കൂടെ ഉള്ള 40. 40ൽ എത്ര? 40ൽ 2 15ഉം അപ്പോൾ 26 പോയിന്റ് സംതിങ് വരും. 26 പോയിന്റ് സംതിങ് വരുന്നത് എന്താ ഉള്ളത്? ഓപ്ഷൻ ബി 26.67%. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇത് ഞാൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ, ചെറിയ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. നിങ്ങൾ ആരെങ്കിലും, കാരണം എന്താണെന്നറിയോ, ഇത് ആക്ച്വലി മെയിൻസ് മാത്രമല്ല, ശരിയാ, ഇത് പ്രിലിംസ് ടയർ 1 എഴുതുന്ന ആൾക്കാർക്കും ഇത് യൂസ് ആവും. നമ്മുടെ ഫൗണ്ടേഷനായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവരും PSCക്കാർക്കും ഇത് യൂസ് ആവും. PSCയിലും ഇങ്ങനത്തെ എല്ലാ സിസാറ്റിലും, UPSC സിസാറ്റിലും എല്ലായിടത്തും ഇങ്ങനെയുള്ള ഡിസോണസ്റ്റ് സെല്ലിങ്ങിൻ്റെ പരിപാടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് കൂടെ ഇടാം, ഒരു സ്റ്റാൻഡ് അലോൺ വീഡിയോ ആയിട്ട്, കാരണം അപ്പോൾ എല്ലാവരും കാണുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം ഞാൻ എടുക്കുന്നതാണ് പോസ്റ്റ് ചെയ്തത്. അതാണ്ട് ഷർട്ട് മാറിയിരിക്കുന്നതിന് നിങ്ങൾ എന്താ ഇത് ഇടയ്ക്ക് പോയി ഷർട്ട് മാറിയത് വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ ചോദ്യം? ഹരി, കമൽ ആൻഡ് ലളിത് contested an election in which 6050 votes were polled and none of the votes were invalid. Kamal got 42% more votes than total votes obtained by Hari and Lalit together. If Lalit obtained only 8% of the total polled votes, find the number of votes obtained by Hari. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല. ഹരി, കമൽ, ലളിത് എന്ന് 3 ആൾക്കാരുണ്ട്. ഒരു ഇലക്ഷനിൽ കോൺടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ഷനിൽ മൊത്തം പോൾ ചെയ്ത വോട്ട് 6050 വോട്ടാണ്. അതിൽ തന്നെ കമലാണ് ജയിച്ചതെന്ന് ഒബ്വിയസ് ആണ്. കാരണം എന്താ? ഇവരുടെ രണ്ടുപേരുടെ, ഹരിയും ലളിതും കൂടിയുള്ളതിനേക്കാളും 42% വോട്ട് കൂടുതൽ ആർക്ക്? കമലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹരിക്കും ലളിതിനും കൂടി എന്താ 100 വോട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കമലിന് എത്ര വോട്ട് കിട്ടും? ഇതിനേക്കാൾ 42% കൂടുതൽ, അതായത് എന്താ 142 വോട്ട് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു റേഷ്യോ സ്റ്റൈലിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്.
അല്ലേ? അപ്പോൾ ടോട്ടൽ വോട്ട് എത്ര ഇവിടെ 142 100 കൂടെ വന്നത് 242 എന്താണ് നമ്മൾ ഇമാജിൻ ചെയ്തതാണ് നമ്മുടെ റേഷ്യോ പഠിക്കുമ്പോൾ പറഞ്ഞില്ലേ ഇമാജിൻ ചെയ്യുന്നത് റിയാലിറ്റിയിൽ എന്താ 6050. അപ്പോൾ ഇമാജിൻ ചെയ്തത് 242, റിയാലിറ്റിയിൽ 6050. അപ്പോൾ സ്കെയിലിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? 6050നെ 242 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ 605 വെച്ച് എടുക്കാം. എങ്ങനെ വന്നാലും ഇൻറ്റു 2 3 വരില്ല, കാരണം 6ൻ്റെ മേളിൽ പോകും. അപ്പോൾ നമുക്ക് 2 വെച്ച് തന്നെ എടുക്കുമ്പോൾ എന്താവും 4 8 4 484 വരും അല്ലേ? 484 വരും. കുറയ്ക്കുമ്പോൾ എന്താ 1 2 121 0 ഇറക്കണം. 0 വരുന്നത് ഫസ്റ്റ് വരുന്നത് എന്താ 5ൻ്റെ കൂടെ 242 × 5 നോക്കിക്കഴിഞ്ഞാൽ 5 10 21 അതെ 12 12 അപ്പോൾ 5 തന്നെ വരും. അപ്പോൾ 25 തന്നെ വരും അല്ലേ? അപ്പോൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇമാജിനേഷനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിയാലിറ്റി വരും അല്ലേ? അപ്പോൾ ഇമാജിനേഷൻ എന്താ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ, അപ്പോൾ റിയാലിറ്റി വരും. അപ്പോൾ എന്താ 2500. അപ്പോൾ റിയാലിറ്റിയിൽ ഹരിക്കും നമ്മുടെ എന്താ ലളിതിനും കൂടെ ടോട്ടൽ കിട്ടിയത് 2500 വോട്ടാണ്. ഇതിൽ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ, ഇഫ് ലളിത് ഒബ്റ്റെയിൻഡ് ഓൺലി 8% ഓഫ് ദ ടോട്ടൽ പോൾഡ് വോട്ട്സ്. ലളിതിന് എന്താ മൊത്തം വോട്ട് ചെയ്തതിൻ്റെ 8%. ശരിക്കും മൊത്തം വോട്ട് ചെയ്ത എത്രയാ 6050, അതിൻ്റെ 8% ആണ് ലളിതിന് കിട്ടിയത് എന്ന് പറയുമ്പോൾ എത്ര വരും? 605 × 8/10. അപ്പോൾ 605 × 0.8, 605 × 8 എന്ന് പറയുമ്പോൾ അവസാനത്തെ 0 മാറിപ്പോവല്ലോ. പിന്നെ എന്താ 0 400 ഇതാണോ വരുന്നത്? 480 തോന്നുന്നല്ലേ? അതെ, സോറി 484 വരും. എന്താണ് ലളിതിന് കിട്ടിയത്? അപ്പോൾ ലളിതിനും ഹരിക്കും കൂടെ കിട്ടിയത് 2500, ലളിതിന് മാത്രം കിട്ടിയത് 484. അപ്പോൾ ഹരിക്ക് മാത്രം കിട്ടിയത് എന്താ 484, ഇതിൽ നിന്ന് കുറയ്ക്കണം അല്ലേ? അപ്പോൾ എന്താ 6 1 0 2 അല്ലേ? 2016 ഏതാ ഓപ്ഷൻ? 2016 എന്ന് പറയുന്നത് ഏതാ ഓപ്ഷൻ? 2016 ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ റേഷ്യോ ആയിട്ട് വിചാരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങനെ തന്നെ ചെയ്തേക്കണം, ഒരുപാട് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിൽ പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനും സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചോളൂ. A set of data presented in the form of a frequency distribution table with class intervals and their respective frequencies had a mode of 48.5. So ഇവിടെ മോഡ് തന്നിട്ടുണ്ട്. The lower boundary of the model class was 46.5. എല്ലും തന്നിട്ടുണ്ട്, ലോവർ ബൗണ്ടറി തന്നിട്ടുണ്ട്. The frequency of the model class was 34. F1 തന്നിട്ടുണ്ട് അല്ലേ? The frequency of the class interval just preceding the model class was 32. F0 തന്നിട്ടുണ്ട്. And the frequency of the class interval just succeeding the model class was 25. Okay, F2 തന്നിട്ടുണ്ട്. What was the width of the model class? Width size h ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ഇക്വേഷൻ അറിയണം നമുക്ക്. എന്താ മോഡ് നമുക്കുണ്ടെങ്കിൽ എന്താ എങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്? L പ്ലസ് F1 മൈനസ് F0 ബൈ 2 F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു h അല്ലേ? ഇങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ എന്താ മോഡ് നമുക്ക് അറിയാം, എന്താണ് 48.5. എൽ എന്താ തന്നിരിക്കുന്നത്? 46.5 പ്ലസ് F1 എന്താണ് 34, F0 തന്നിട്ടുള്ള എന്താ 32 ബൈ 2 F1 എന്ന് പറയുമ്പോൾ എത്രയായി? 2 F1 എന്ന് പറയുമ്പോൾ 68 ആയി. മൈനസ് F0 ഏതാ 32 മൈനസ് F2 ഏതാ പറഞ്ഞിട്ടുള്ളത് 25 ഇൻറ്റു h ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിങ്ങോട്ട് വരുമ്പോൾ 2 ഈക്വൽ ടു ഇതെന്താ 34 മൈനസ് 32 2 ബൈ 68 മൈനസ് 30 38 നിന്ന് 2 പോയാൽ 36 36 നിന്ന് 25 പോയാൽ 11 ബൈ 11 ഇൻറ്റു h എന്നായി. അപ്പോൾ ഇതായി. അപ്പോൾ എന്താ h ഈക്വൽ ടു 11. h ഈക്വൽ ടു 11 ആണ്. ഓപ്ഷനിൽ 11 ഉണ്ടല്ലോ, h ഈക്വൽ ടു 11 ആണ്. അപ്പോൾ ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സെറ്റപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിൽ പോവാം. പിന്നെ വേറൊരു കാര്യം,
റിസൾട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മുടെ ഫിഫ്ത്ത് നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് 8 മണിക്ക് റിസൾട്ടും ടയർ 1ൻ്റെ 2025 ടയർ 1ൻ്റെ റിസൾട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങൾ വരുന്നതിൻ്റെ അർത്ഥം ഈ ആഴ്ചയോ നെക്സ്റ്റ് വീക്കിലോ ആയിട്ട് ടയർ 1ൻ്റെ റിസൾട്ട് വരും. ദാറ്റ് മീൻസ് ജാൻ ഫെബ് ഓർ ലൈക്ക് ഫെബ്രുവരി മാക്സിമം പോയാൽ എൻഡിങ്ങിലോട്ടൊക്കെ തന്നെ എന്താണ് CGL മെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സീരീസ് നന്നായിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടെ പോയി കാണാത്തവരും നന്നായിട്ട് പ്രിപ്പറേഷൻ നന്നായിട്ട് ടൈറ്റ് ആക്കുക. ഓക്കെ, എന്നാലേ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും പറയാനില്ല, പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നോക്ക്. ഈ ചോദ്യം അത്യാവശ്യം സിമ്പിളാണ്, പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നമായിട്ട് ചെയ്യുമ്പോൾ മാറി പോകും. ചോദ്യം ഇതാണ്: ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് 2 employees ഈസ് 7:4 ആൻഡ് ദ റേഷ്യോ ഓഫ് ദർ എക്സ്പെൻഡിച്ചർ ഈസ് 3:1. If each of them saves rupees 4,800 per month, then find the sum of their monthly income. ഓക്കെ, രണ്ടുപേരുടെ ഇൻകം തന്നിട്ടുണ്ട്, ചെലവിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്, രണ്ടുപേരുടെയും മിച്ചം പിടിക്കൽ സേവിങ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻകത്തിൻ്റെ റേഷ്യോ എന്താ തന്നിട്ടുള്ളത്? 7:4 എന്നാണ്. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ 3:1 എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും 4,800 പെർ മന്ത് സേവ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അല്ല, SIP-യിൽ ഇടുന്നതായിരിക്കും രണ്ടുപേരും ഒരേപോലെ വരുന്നത്, അതെന്നെങ്കിൽ അവിടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാര്യം എന്താ, ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരുടെയും സേവിങ്സ് സിമിലറാണ്. അതായത് എന്താ, രണ്ടുപേരുടെയും ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയുമ്പോൾ ഉള്ള അത് സിമിലറാണ് അല്ലേ. അതായത് എന്താ, 7 - 3 എന്ന് വരുമ്പോൾ എന്താ, 4, ഇവിടെ 4 - 1 3. അത് രണ്ടുപേരുടെയും ബറാബറാക്കണം, തുല്യമാക്കണം. മനസ്സിലായല്ലോ? നമുക്ക് തുല്യമാക്കിയാൽ ആ തുല്യമാക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് എന്താ, 3. അതിനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ, 9:3 എന്നാവും അല്ലേ. 9:3. ഇതിൻ്റെ ഗ്യാപ്പ് എന്താ, 2. അപ്പം അതിനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവും, 14:8 എന്നാവും. 14:8 എന്നാവും. ഇപ്പം എന്താ കണ്ടോ, നമ്മൾ പറഞ്ഞ ഉദ്ദേശത്തിൽ തന്നെ എന്താ, ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ പോകുമ്പോൾ ഗ്യാപ്പ് സെയിം ആയില്ല. 14 നമ്മൾ പോയാൽ 5, 8 - 3 5 അല്ലേ. ആ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ പോകുമ്പോൾ രണ്ടുപേർക്കും 5 ആയി. അതായത് എന്താ, ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ പോകുന്ന പറഞ്ഞാൽ എന്താ, സേവിങ്സ് രണ്ടുപേർക്കും 5 ആയി. എന്തിൽ? ഈ 5 എന്ന് പറഞ്ഞാൽ ഇമാജിനേഷനാണ്. ഈ 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിനേഷനല്ല, നമ്മൾ കണക്കിലെടുത്തിരിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ ഒറിജിനലി ആ എന്താ 5 എന്താ 4,800 അല്ലേ. കാരണം എന്താ, സേവിങ്സ് 4,800 അല്ലേ. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 4,800 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ എന്താ, 4,800/5. അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? ഇത് ഉപയോഗിച്ച് ഇവിടെയുള്ള ഏത് ഇമാജിനറി സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സത്യം കിട്ടും. നമുക്ക് വേണ്ട സത്യം കിട്ടും. നമുക്ക് വേണ്ട സത്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ ഫൈൻഡ് ദ സം ഓഫ് ദെയർ മന്ത്ലി ഇൻകം. അതിൻ്റെ സം കണ്ടോ. ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ, ഇതെടുക്കരുത്, ഇത് പഴയതാ, നമ്മൾ ഈക്വൽ ആക്കിയുള്ളത് എടുക്കണം. 14 എന്താ, 22. ഇമാജിനേഷൻ എന്തിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇമാജിനേഷനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ. ഇൻറ്റു എന്താ, 22 ഇൻറ്റു 4,800/5. ഈ ഓപ്ഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, 4,800/5 എന്നാകുമ്പോൾ എന്തായി, 48, 5, 9, 3, 0, 9, 6, 960 വരും അല്ലേ. 960 960 × 22. അപ്പോൾ എന്താ, 96 × 22. 0 ഓൾറെഡി അവിടെ ഇട്ടോ. 12, 10, 17, 19. സെയിം വരും. 19 ഇങ്ങനെ വരും. 0, 2, 11, 2, 1, 1, 2, 0. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എ, 2, 1, 1, 2, 0. ഓപ്ഷൻ എ വരും. അപ്പോൾ ഇതുപോലെ എന്താ, ഇതുപോലെ ഈക്വൽ ആക്കിയിട്ട് ചെയ്താൽ മതി. ചോദ്യത്തിലെ ഡാറ്റ ഉപയോഗിച്ച് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഇൻവെസ്റ്റ്മെൻറ്റും ടൈമുമായിട്ട് ബന്ധപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള റിലേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചോദ്യം ഇതാണ്: A, B and C made certain investments and the periods are in the ratio 3:2:7 respectively.
the profit of A, B and C are in the ratio 4:3:14 respectively. What is the ratio of investment of A, B and C? ഓക്കെ, അപ്പോൾ ക്ലാസിക് കേസാണ്. 3 ആൾക്കാരുണ്ട്, എ എന്നും ബി എന്നും സി എന്നും പറഞ്ഞ്. അവിടെ എന്താണ് തന്നിട്ടുള്ളത്? പീരിയഡ്സും തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും പീരിയഡും തന്നിട്ടുണ്ട്. ടൈമൊന്ന് വിളിക്കാം അല്ലേ പീരിയഡിന്, എന്നാലേ പ്രോഫിറ്റ് പി എന്ന് എഴുതാൻ പറ്റൂ. പ്രോഫിറ്റിനും തന്നിട്ടുണ്ട്. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഒരു കുറച്ച് പലിശ കിട്ടുന്ന ഇതിന് ഒരു 50 രൂപ കൊണ്ടിട്ട് അത് നിങ്ങൾക്ക് തിരിച്ച് പ്രോഫിറ്റ് എപ്പോഴും കൂടുതൽ വരുന്ന എപ്പോഴാണ്? ആ ഇട്ട പൈസയും ആ പോകുന്ന കാലവും. അപ്പോൾ ഇട്ട പൈസയും പോകുന്ന കാലവും ഇൻവെസ്റ്റ്മെൻറ്റും ടൈമും കൂടുള്ള പ്രൊഡക്റ്റാണ് പ്രോഫിറ്റ്. മനസ്സിലായോ? ഇൻവെസ്റ്റ്മെൻറ്റും ടൈമും കൂടുള്ള പ്രൊഡക്റ്റാണ് പ്രോഫിറ്റ്. സോ ഇവിടെ എന്താ ടൈം എന്താ തന്നിട്ടുള്ളത്? 3:2:7 എന്ന് തന്നിട്ടുണ്ട്. ആ പ്രോഫിറ്റ് എന്താ തന്നിട്ടുള്ളത്? 4:3:14 എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു X:Y:Z എന്നാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കരുതാം. ഓക്കെ, അതായത് എന്താ, 3x ആണ് 4. കണ്ടോ, ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റാണ് പ്രോഫിറ്റ് വരുന്നത്. കാരണം എന്താ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പൈസ നമ്മൾ ഇടുന്നു ഒരു സ്ഥലത്ത്, ഒരു പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് അതിൽ കൂടി വരുന്നു. അപ്പോൾ ഇത് എപ്പോഴാണ് കൂടുന്നത്? ഇതിങ്ങനെ സമയം പോകുന്നതിനനുസരിച്ചല്ലേ ഇത് കൂടുന്നത്. സമയം പോകുന്നതിനനുസരിച്ചാണ് അതിൻ്റെ റിട്ടേൺസോ പ്രോഫിറ്റോ എന്ത് വിളിച്ചാലും അത് കൂടുന്നത് സമയം പോകുന്നതിനനുസരിച്ചാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ സോൾവിങ് ട്രിക്കിലോട്ട് വരാം. സോൾവിങ് ട്രിക്കിലോട്ട് വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റും ടൈമും ഞാനിവിടെ 2:3 അതുപോലെ തന്നെ 5:4 എന്ന് പറഞ്ഞ് കൊടുത്തെന്ന് വിചാരിക്കുക. ഇവിടെ ഇത് പ്രോഫിറ്റ് എന്താ? 2×5 10 12 ഇതല്ലേ പ്രോഫിറ്റ്. ഇപ്പോൾ ഇവിടെ ഇത് ഇല്ലയെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഉടനെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് 4/3, 3/2, 14/7 അല്ലെങ്കിൽ 2 എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ അതിനെ എന്താ ഈക്വൽ ആക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സമയമെടുക്കും. അതിലും എളുപ്പത്തിലൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈനിൻ്റെ ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ടും താഴേന്ന് മേളിലോട്ട് ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഞാൻ മായ്ച്ചു കളഞ്ഞില്ലേ, ഇത് താഴേന്ന് മേളിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 10, 40, 12×5 60, 2:3. അത് തന്നെയല്ലേ ഞാൻ ആദ്യം എഴുതിയത്. ഞാനിവിടെ ആദ്യം എഴുതിയത് 2:3 തന്നെയായിരുന്നു. നിങ്ങൾ വീഡിയോ ബാക്ക് അടിച്ച് പോയി നോക്കിയാൽ മനസ്സിലാവും. 2:3 തന്നെ നമുക്ക് വരും. എങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രത്യേകം പറയാം, താഴേന്ന് മേളിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇവിടെ ചെയ്തു വരുമ്പോൾ എന്താവും? ഇവിടെ ചെയ്ത് വരുമ്പോൾ 3:3 4:2 എന്താ ഇൻറ്റു ഇവിടുന്ന് മേളിലോട്ട് കേട്ടോ. 8:9 ഓപ്ഷൻസിൽ 8:9 ഉള്ളത്. അപ്പോൾ തന്നെ നോക്കണം എന്താ ഒന്നേ ഉള്ളൂ. 8:9:12 എന്നുള്ളത് ഓപ്ഷൻ എ ഉള്ളൂ. കണ്ടോ, ഓപ്ഷൻ എ മാത്രമേ 8:9:12 ഉള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റും ടൈമിൻ്റെയും പ്രൊഡക്റ്റാണ് പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എടുക്കാം. താഴെ വന്നാലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമിന് മാത്രമല്ല, എന്തും ആയിക്കോട്ടെ. ഇവിടെ QY എന്ന് പറഞ്ഞ 2 റേഷ്യോ ഉണ്ട്. X:Y, Z:I. അതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്പിളായിട്ട് അതിൻ്റെ രണ്ടേയും എന്താ ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് വരത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഇവിടെ താഴെയാണ് വരുന്നതെങ്കിൽ, താഴെയാണ് Z:I എന്ന് വരുന്നതെങ്കിൽ Z×Y ഇവിടെയും I×X ഇവിടെ എഴുതണം. ഇവിടുന്ന് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേ റിലേഷൻഷിപ്പ് വരുന്ന വേറെ പ്രോബ്ലംസിന് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് PSCക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതും ഞാനൊരു സ്റ്റാൻഡ് അലോൺ വീഡിയോ ആയിട്ട് ഇടാം, മറ്റേ ഡിസോണസ്റ്റ് സെല്ലർ ഇട്ട പോലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിന് പോവാം. ഓക്കെ, അപ്പോൾ ഇതും എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ കുറച്ച് മൈൻഡ് ബെൻഡിങ് പോലത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചുകൊണ്ട് ഇത് കുറച്ച് എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനാണ്. ചോദ്യം നോക്ക്. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് ഓഫ് M വിൽ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 17x + my + 102 = 0 and 23x +
299y plus 138 equal to 0 have infinite number of solutions. See, രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമാണ്. ആദ്യത്തെ ലൈൻ ഇതാണെന്നും രണ്ടാമത്തെ ലൈൻ അതിൻ്റെ പുറത്തൂടെ അതേ കോയിൻസൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ, ഇതിനകത്ത് ഏത് പോയിന്റ് എടുത്താലും എമ്മിൻ്റെ വാല്യൂ ഏത് പോയിന്റ് എടുത്താലും എന്താ അത് തീരുമോ? ഇല്ല, അതിങ്ങനെ ഇൻഫിനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശം. അതായത് കോയിൻസൈഡ് ചെയ്യുന്ന ലൈനാണ്. കോയിൻസൈഡ് ചെയ്ത ലൈൻ വരുമ്പോൾ എന്താ, a1x plus a2y plus b1y plus c1 by, അല്ലെങ്കിൽ അത് ഫസ്റ്റ് a2x പ്ലസ് b2y പ്ലസ് c2 എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് രണ്ടും എന്താണെങ്കിൽ എന്താ a1/a2, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇസ് ഈക്വൽ ടു b1/b2, വൈയുടെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു c1/c2 എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇവിടെ ഈ കേസിൽ എന്താ 17x plus my plus 102, ആക്ച്വലി ഇത് രണ്ടും നോക്കിയാൽ തന്നെ മതി. a1 എന്താ 17xൽ എന്താ a1 എന്താ 17 ബൈ a2 എന്താ, അടുത്ത ലൈൻ്റെ ഇക്വേഷൻ എന്താ 23x plus 299y, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 23 ഈക്വൽ ടു എന്താ മറ്റേതെന്താ b1 എന്താ, വൈയുടെ കോഎഫിഷ്യൻറ്റ് എന്താ m, ഇവിടെ എന്താ താഴെയോ 299 താഴെയും താഴെയുള്ളത് വെട്ടി നോക്കാനാണ്. അപ്പോൾ 29ഉം 23 23 × 3 എന്ന് പറയുമ്പോൾ എന്താ 69 വരത്തുള്ളൂ. അപ്പോൾ അടുത്ത ഇറ്ററേഷൻ നോക്കാം, 13 ഇട്ട് നോക്കാം. അപ്പോൾ എന്താ 69ഉം 23ഉം 9 299 വരും. അപ്പോൾ 13 തന്നെ, 13 വെട്ടിപ്പോവും അല്ലേ, 13 വെട്ടിപ്പോവും. അപ്പോൾ എന്താ 13. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ 13 × 17 വരും. അപ്പോൾ വൺസിൻ്റെ സ്ഥാനത്ത് 1 വരും. 1 വരുന്ന ഒരെണ്ണം ഉള്ളൂ, 221 കണ്ടോ. അപ്പോൾ 221 ഓപ്ഷൻ സി 221 ഉത്തരം. ഞാൻ പറഞ്ഞില്ല വളരെ എളുപ്പമാണ്. അപ്പോൾ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തീരാതെ. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ്, എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നിങ്ങൾക്ക് ഫോർമുല യൂസ് ചെയ്യാം, ഒന്നുമില്ല. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ക്യൂബ് എടുത്ത് പോയിട്ട് ആവറേജ് ഒന്നും കാണണ്ട, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഫോർമുലയുണ്ട്. ഇത് ശ്രദ്ധിച്ചോ, എഴുതിക്കോ. ഞാൻ മറ്റേ ഫോർമുല റിവിഷൻ സീരീസിൽ ഇടാം. എന്താണ് സം ഓഫ് ക്യൂബ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n + 1/2. ഇച്ചിരി സുപരിചിതമായിരിക്കും അല്ലേ, അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ 5 അല്ലേ ചോദിക്കുക. 5 × 5 + 5 + 6 5 × 60 5 × 6 30/2 15 15ൻ്റെ സ്ക്വയർ 225 225 അതിൻ്റെ എന്താ, ഇതെന്താ ക്യൂബിൻ്റെ സമ്മ. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മാണ് 225. അപ്പോൾ ആവറേജ് എടുക്കാൻ എത്തിക്കണം 5 45. ഏതാ ഓപ്ഷൻ സി. കണ്ടോ, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇക്വേഷൻ പുട്ടിയതാണ് n × n + 1/2 ദ ഹോൾ സ്ക്വയർ എന്നങ്ങനെ ഓർത്താൽ മതി. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ വെച്ചിട്ടാണ് എന്നുള്ളൊരു വിരോധാഭാസം വെച്ചിട്ട് അത് മൈൻഡിൽ ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിന് പോകാം. സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. സോറി, ലൈറ്റ് പോയി, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. എന്താ, ഫൈൻഡ് ദ മോഡ് ഓഫ് ദ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ റൗണ്ട് ഓഫ് ടു 2 ഡെസിമൽ പ്ലേസസ്. മോഡിൻ്റെ ഞാൻ പറഞ്ഞു, മോഡിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L × F1 - F0/2 F1 - F0 - F2 × H എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സംഭവിക്കുന്നത്. ആ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, സംഭവിക്കുന്നതിൻ്റെ റേറ്റ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത് എത്രയാണ്, 11. 11ൻ്റെ ക്ലാസ് ഇൻ്റർവൽ എന്താ 25-നും 30-നും. അതിൻ്റെ ഇടയ്ക്ക് ഈ ഓപ്ഷനിൽ എന്തേ ഉള്ളൂ, ബി എ ഉള്ളൂ. ഓപ്ഷൻ ബി എ ഉള്ളൂ. 28.33 എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിച്ച് കളയുക. ജസ്റ്റ് ഒരു റിവിഷൻ മോഡിൽ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. അടുത്ത ചോദ്യം മിക്സർ ആൻഡ് അലിഗേഷനിൽ നിന്നാണ്. ഓക്കെ, എന്താ 40 liters of milk is kept in a vessel. 4 liters of milk was taken out of this vessel and the same amount of water was added to it. So this process was done 2 or more times. How much milk is there in the vessel now? Simple. ആദ്യം ഉണ്ടായിരുന്നത് 40 ലിറ്റർ മിൽക്ക്.
അതിൽ നിന്ന് 4 ലിറ്ററിനെ എടുത്ത് മാറ്റി. അതായത് എന്താ, 40-ൽ 4 പോയി, അഥവാ 10-1 ഭാഗം പോയി, പുകഞ്ഞ കൊള്ളി പുറത്ത് അല്ലേ, 10-1 ഭാഗം പോയി. അപ്പോൾ എത്ര ഭാഗം അവശേഷിക്കും? 10-9 ഭാഗം അവശേഷിക്കും. അപ്പോൾ 40 ലിറ്റർ പാലുണ്ടായിരുന്നതിൽ 10-9 ഭാഗം അവശേഷിക്കുന്നു. ഇതിലോട്ട് എന്ത് ചെയ്തു? വീണ്ടും സെയിം എമൗണ്ട് എത്രയാണോ എടുത്തു കളഞ്ഞാൽ അത്രയും വെള്ളം ആഡ് ചെയ്തു. അപ്പോൾ പിന്നെ അത് 40 ആയി. അപ്പോൾ എന്നിട്ട് എന്താ പറഞ്ഞത്? അപ്പോൾ പിന്നെയും 40 ആയിരിക്കുക, 40 ലിറ്റർ ആയിരിക്കുക. എന്താ, 4 ലിറ്റർ വെള്ളമായിട്ടും 36 ലിറ്റർ പാലായിട്ടും ഇരിക്കുക. ഓക്കെ, ഈ മൊത്തത്തിൽ നിന്ന് പിന്നെയും ഇതെന്താ പറയുന്നത്? ദ പ്രോസസ് വാസ് ഡൺ 2 or more time. 2 more times, sorry, the process was done 2 more times, 2 പ്രാവശ്യം. അപ്പോൾ എന്താ, ഇത് പിന്നെയും എന്താ, ഈ 40-ൽ നിന്ന് എന്താ ഒരു 4 മാറ്റുന്നത്. അപ്പോൾ എന്താ അവശേഷിക്കുന്നത്? അപ്പോൾ 10-1 പോകുന്നത്, 10-9 തന്നെയാണ് അവശേഷിക്കുന്നത്. അതെന്താ, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 10-9 എന്നുള്ളത്. അപ്പോൾ എന്തായി? ഇങ്ങനെയായി. അപ്പോൾ ഇതാണ് എന്താ അവശേഷിക്കുന്ന പാല്. എളുപ്പമല്ലേ, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സുകളിൽ. അപ്പോൾ എന്താ, മേളിൽ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10×10 2 0 അങ്ങോട്ട് മാറ്റിയിട്ടാൽ മതി. മേളിലത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 9 എന്ത് വരും? 9 ക്യൂബ് എന്താ, 729 വരും. 729 × 4 എന്ത് വരും? എന്ത് വരും? സോറി, 2 0 മാറ്റുക, 29.16. കണ്ടോ ഓപ്ഷനിലില്ലേ 29.16? ഓപ്ഷനിൽ 29.16 ഉണ്ട്. 29.16 ലിറ്റർ പാല് അവശേഷിക്കും. ഓക്കെ, ഇങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്. അടുത്ത ചോദ്യത്തിൽ പോവാം. അപ്പോൾ നമ്മൾ ഈ പാർട്ടിലെ ലാസ്റ്റ് ഇതിലോട്ട് വരികയാണ്. പോളിഗൺസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പറയുന്നതിന് മുമ്പ് കുറച്ച് പോളിഗൺസിൻ്റെ കുറച്ച് ഇക്വേഷൻസ് പറയാം. അപ്പോൾ നമ്മൾ എക്സാം ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ എല്ലാ കേസും നമ്മൾ റെഗുലർ പോളിഗൺസിൻ്റെ ആയിരിക്കും. ഓക്കെ, റെഗുലർ പോളിഗൺസിൻ്റെ കാര്യമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, സോ റെഗുലർ പോളിഗൺസിനെ സംബന്ധിച്ച് ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരുന്ന ആംഗിളുകളില്ലേ, അതിനെന്താ വിളിക്കുക? നമ്മൾ എക്സ്റ്റീരിയർ ആംഗിളുകളും ഇൻറ്റീരിയർ ആംഗിളുകളും ഈ നമ്പർ ഓഫ് സൈഡ്സും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെഗുലർ പോളിഗൺസിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. 360 ആയിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് 360 ആണെന്നുണ്ടെങ്കിൽ ഒരാംഗിൾ എന്താ? ഈച്ച് ആംഗിൾ സൈഡ്സിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ? 360/n ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, ഇനി ഇൻറ്റീരിയർ ആംഗിൾ അത് പറയുന്നതിന് വേറൊരു കാര്യം. ഇപ്പോൾ നമുക്ക് ഇതറിയുമല്ലോ, 360/n നമ്പർ ഓഫ് സൈഡ്സ് ആണ് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്നുള്ള കാര്യം അറിയാം. നമ്മളോട് പറയാണ്, ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ കേസ് എടുക്കാം. ഇവിടെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ നമുക്ക് 120 തന്നിട്ടുണ്ട്. എന്നിട്ട് n എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈസി ആയിട്ടൊരു കാര്യം ചെയ്യാം. കാരണം എന്താണെന്നറിയോ? ഇത് നോക്കിയാൽ, ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? 180 ആണ്. ഇവിടെ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, 180 ആണ്. അതായത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വരുന്ന 180 ആണ്, ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വരുന്ന 180 ആണ്. ഇവിടെ ഇൻറ്റീരിയർ 120 അല്ലേ? അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 നിന്ന് അത് കുറച്ചാൽ പോരെ? ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും കൂടെ സമ്മ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അതുകൊണ്ട് ഇത് 180 ആണ്. ഇവിടെയും സ്ട്രെയിറ്റ് ലൈനാണ്, 180 ആണ്. മനസ്സിലാവും? ഒന്നും കൂടെ വലുതാക്കി വരച്ച് കാണിച്ചാൽ, ഇപ്പോൾ ഈ സ്ക്വയർ എന്ന് പറഞ്ഞൊരു പോളിഗൺ എന്നുള്ളത് നമുക്ക് രീതിയിലെടുത്തു. ഇത് ഇവിടെ നോക്കിക്കേ, ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ഈ ഇൻറ്റീരിയറും സ്ക്വയർ ഞാൻ 120 ചുമ്മാ 90 വരത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ വിചാരിച്ചു, ഒരു ക്വാഡിലേറ്റർ ആണെന്ന് വിചാരിക്കും. 120 ഉള്ളൊരു ക്വാഡിലേറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ ഇതെന്താ? ഈ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതെപ്പോഴും 180 ഡിഗ്രിയേ വരത്തുള്ളൂ. ഇവിടെ അതേ വരത്തുള്ളൂ. ഏത് റെഗുലർ പോളിഗണിലും അങ്ങനെ വരുള്ളൂ. അപ്പോൾ അകത്ത് 120 ആണെങ്കിൽ ഇവിടെ എന്താ? 180 - 120 60 അല്ലേ? അപ്പോൾ എന്താ? 60 കിട്ടി. അതായത് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 60 ആണ്. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഈ 60 ആണെങ്കിൽ എന്താ? 360/60 ഇട്ട് കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സൈഡ്സ് 6 എന്ന് പറഞ്ഞ് കിട്ടും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് അകത്ത് ഇൻറ്റീരിയർ ആംഗിൾ വരുമ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ വെച്ചിട്ട് നമ്പർ ഓഫ് സൈഡ്സും കണ്ടുപിടിക്കാം ഈ ഒരു റിലേഷൻ വെച്ചിട്ട്. കാരണം എന്താ?
ഒരു ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ബൈ നമ്പർ ഓഫ് സൈഡ്സ് എന്നാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് എന്താ 360 ബൈ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ, ആ റിലേഷൻ വെച്ച് തിരിച്ചു വെച്ചതാണ്. ഓക്കെ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾ പറയാൻ പോകുമ്പോൾ ഒരു സംഭവം വരും. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളിൽ ഇതാണ്. ഇൻറ്റീരിയർ ആംഗിൾ പറയുമ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ എടുത്താൽ എന്താ ഫസ്റ്റ് വരുന്നത് സം ഓഫ് ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. സം ഓഫ് ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ് വരുന്നത് n-2 ഇൻറ്റു 180, n-2 ഇൻറ്റു 180. അപ്പോൾ സം ഇതാണെങ്കിൽ ഒരെണ്ണം എന്താ മൊത്തമുള്ള സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈച്ച് എന്ന് പറയുന്നത് ഇതിനെ എന്താ ബൈ 2, n-2 ഇൻറ്റു 180 ബൈ 2. ഓർത്തോ മനസ്സിലായല്ലോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പോലെ 120, നമ്മൾ ഈ 120 ഇവിടെ ഇട്ടിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോരം അത് ലെങ്തി ആവും അല്ലേ. 120 ഈക്വൽ ടു n-2 180 ബൈ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ലെങ്തി ആവും. അതിലും എളുപ്പം എന്താ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് 120 ആണെങ്കിൽ പുറത്തുള്ള കണ്ടുപിടിക്കുക. എന്നിട്ട് പുറത്തുള്ളതിനെ 360 പുറത്തുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മൊത്തം നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും. അപ്പോൾ മനസ്സിലായല്ലോ. ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ n-2 180 ആണ്. അപ്പോൾ ഒരെണ്ണം n-2 180 ബൈ n ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ റെഗുലർ പോളിഗൺ n ഇൻറ്റു n-3 ബൈ 2 ആണ്. അതും ഓർത്തോൾക്കുക. നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n-3 ബൈ 2 ആണ്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തല്ലോ. റെഗുലർ പോളിഗൺസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ആംഗിൾ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഏതൊരു റെഗുലർ പോളിഗൺസിൻ്റെയും എല്ലാ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെയും സമ്മ് 360 ആണ് അല്ലേ. അപ്പോൾ ആ 360യെ ആ ഉള്ള സൈഡിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. അഥവാ 360യെ ഒരു എക്സ്റ്റീരിയർ 360യെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത നമ്പർ ഓഫ് സൈഡ്സും കിട്ടും അല്ലേ. ഓക്കെ, ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എന്ന് പറഞ്ഞാൽ n-2 ഇൻറ്റു 180 ആണ്. അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ കിട്ടും. ഒരു ഇൻറ്റീരിയർ ആംഗിൾ ഉണ്ടെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാം. ആ എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടെങ്കിൽ അതിനെ 360നെ അതുകൊണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ കൊണ്ട് ഹരിക്കുമ്പോൾ മൊത്തം നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡയഗണൽസ് n ഇൻറ്റു n-3 ബൈ 2 ആണ്. ഇത്രയും കാര്യം റിവൈസ് ആയല്ലോ. ഇപ്പോൾ റിവൈസ് ആയില്ലെങ്കിൽ എഴുതി വെച്ചിട്ട് സ്ലോ ആയിട്ട് കേട്ടിട്ട് റിവൈസ് ചെയ്യുക. എന്നിട്ട് ഈ ചോദ്യം എന്താ ചോദ്യം വരുന്നത് എന്താ, ഇഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 18 ഡിഗ്രി then what will be the number of diagonals in this polygon? ഇവിടെ എന്താ നമുക്കറിയാം ചോദിച്ചിരിക്കുന്നത് എന്താ നമ്പർ ഓഫ് ഡയഗണൽസ് ആണ്. നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ ഫോർമുല എന്താ? നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ ഫോർമുല n ഇൻറ്റു n-3 ബൈ 2 അല്ലേ. പക്ഷേ n വേണം. ഈ എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുള്ള പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് വേണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? അതെ, ഞാൻ വെറുതെ റിവൈസ് ചെയ്യുക. ഏതൊരു പോളിഗണിൻ്റെയും ഒരു എക്സ്റ്റീരിയർ ആംഗിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ 360 ആ എക്സ്റ്റീരിയർ ആംഗിൾ ഡിവൈഡ് ചെയ്താൽ മതി, n കിട്ടും, നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും. ഇവിടെ എന്താ എക്സ്റ്റീരിയർ ആംഗിൾ 18 എന്ത് വരും? 20 അല്ലേ. അപ്പോൾ 20 ആണ് നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ പിന്നെ നമ്പർ ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കാണല്ലോ. 20 ഇൻറ്റു 17 ബൈ 2 170 ഡയഗണൽസ് ആണ് ഉള്ളത്. ഓക്കെ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ ഇത്രയും മതി. ഇത്തിരി സിമ്പിളാക്കി തന്നെ വെച്ചതാണ്. കുറച്ച് ഗ്യാപ്പിന് ശേഷമല്ല, നമുക്ക് പതുക്കെ പിടിക്കാം, ക്യാച്ചപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഡിസംബർ ആണ് അടപ്പടലം പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. 2026 ലോക്കിൽ ലോഡഡ് ആയിട്ട് തന്നെ നമുക്ക് ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആയിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.